ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. കൃപാസനം ഉടമ്പടി. കൃപാസന ഉടമ്പടി എന്ന് പറയുന്നത് നമ്മളും മാതാവുമായിട്ടുള്ള ഒരു ഉടമ്പടിയാണ്. പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം വഴി ഈശോ നമുക്ക് സാധിച്ചു തരുന്ന നമ്മുടെ അനുഗ്രഹങ്ങളാണ്. ചില കാര്യങ്ങളിൽ നമുക്ക് ഒരുപാട് പ്രാർത്ഥനകൾ ആവശ്യമാണ്. നമ്മുടെ ആവശ്യങ്ങൾക്ക് മാത്രമായിട്ട് നമ്മൾ പ്രാർത്ഥന ആവരുത്. കുറച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമുക്ക് ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നില്ലെങ്കിൽ, ദൈവമേ അങ്ങ് എന്താണ് എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത്, അല്ലെങ്കിൽ അമ്മ മാതാവ് എന്താണ് എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത് എന്നൊരു നിരാശ ഒരിക്കലും വേണ്ട. നമ്മുടെ ജോസഫ് അച്ഛൻ തന്നെ പറയുന്നുണ്ട്, നമ്മൾക്ക് ഒരനുഗ്രഹം മാതാവ് നമുക്ക് തരുന്നുണ്ടെങ്കിൽ അതിൽ എന്തായാലും ഒരു പരീക്ഷണം നമുക്ക് ഉണ്ടാകും. അത് നമ്മുടെ അനുഗ്രഹത്തിൻ്റെ ഒരു തുടക്കമാണ് നമ്മൾ ആ പരീക്ഷണങ്ങൾ നേരിടുക എന്നുള്ളത്. ഈ 90 ദിവസത്തിൽ നമ്മുടെ ഉടമ്പടി നിയോഗങ്ങൾ സാധ്യമാകുന്നുണ്ടെങ്കിൽ അതിൽ 6 കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ മാതാവ് നമ്മുടെ നിയോഗങ്ങളിൽ, അല്ലെങ്കിൽ നമുക്കൊരിക്കലും സാധിക്കില്ല എന്ന് കരുതുന്ന കാര്യങ്ങൾ വരെ അമ്മ മാതാവ് അതിൽ ഇടപെടും എന്നുള്ളത് സത്യമാണ്. ഓൺലൈനായിട്ട് ഉടമ്പടിയുണ്ട്, നമ്മൾ നേരിട്ട് പോയി എടുക്കുന്നുണ്ട്. നമ്മൾ ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ നല്ലത് നമ്മൾ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക എന്നുള്ളതാണ്. ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് ഉടമ്പടിയിൽ ഒരുപാട് നമുക്ക് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ കിട്ടും. ഉടമ്പടി തൈലം, മാതാവിൻ്റെ കാശുരൂപം, അതുപോലെ ഉപ്പ്, ഇതിലൊക്കെ ഒരുപാട് മിറാക്കിൾസ് ഉള്ള കാര്യങ്ങളാണ്. ഈ ഉടമ്പടി തൈലങ്ങൾ വഴി ഒരുപാട് രോഗങ്ങൾക്ക് ഭേദമായ കാര്യങ്ങളുണ്ട്. നമ്മൾ കൃപാസനത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ആയാലും പത്രത്തിലൂടെ ആയാലും ഒരുപാട് സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ആ സാക്ഷ്യങ്ങളിലൊക്കെ ഈ ഉടമ്പടി തൈലത്തിനും അതുപോലെ തന്നെ ഉടമ്പടിയുടെ ഉപ്പിനും ഒക്കെ ഒരുപാട് മിറാക്കിൾസ് നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ നടത്തിയിട്ടുണ്ട്. രോഗങ്ങളിൽ, അതുപോലെ തന്നെ വസ്തുക്കൾ വിൽക്കാനായിട്ട് പറ്റാതെ ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ ഈ ഉടമ്പടിയുടെ ഉപ്പുകൾ കൊണ്ട് ഒക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ, 6 കണ്ടീഷൻസ് നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് പാലിക്കുമ്പോൾ മാതാവ് നമ്മുടെ പ്രാർത്ഥനകളിൽ ശക്തമായി അതിലിടപെടും. അപ്പോൾ ആ കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞത് നമ്മൾ ദിവസവും ബൈബിള് വായിക്കുക എന്നുള്ളതാണ്. ഒരു അരമണിക്കൂർ നമ്മൾ ബൈബിൾ വായിക്കുക. ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ അതിനകത്തുള്ള വചനങ്ങൾ നമ്മളോട് സംസാരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഈശോ നമ്മളോട് പറയുന്നതായിട്ട് സങ്കല്പിച്ച് നമ്മളതൊന്ന് വായിച്ച് നോക്കിയാൽ നമുക്കത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. കാരണം അത് ആ നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് ഈശോ അല്ലെങ്കിൽ മാതാവ് നമുക്ക് മറുപടി തരുന്നതായിട്ടായിട്ട് നമുക്ക് സങ്കല്പിച്ച് നമുക്ക് ബൈബിൾ വായിക്കാം. ഡെയിലി അരമണിക്കൂർ ഒരു ഒറ്റയിരിപ്പിന് വായിക്കാൻ പറ്റാത്തവരാണെങ്കിൽ കുറച്ചായിട്ടിരുന്ന് വായിച്ച് ഇവിടെ ഈശോ നമ്മളോട് എന്താണ് പറയുന്നതെന്ന്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ആ ബൈബിളിലൂടെ അല്ലെങ്കിൽ ആ വചനങ്ങളിലൂടെ ഈശോ നമുക്കതിന് മറുപടി നൽകും. ദിവസവും അരമണിക്കൂർ ബൈബിൾ വായിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, എല്ലാ ആഴ്ചയിലും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ കൃപാസനത്തിൽ ഉടമ്പടി ധ്യാനം നടക്കുന്നുണ്ട്. ജോസഫ് അച്ഛൻ്റെ ധ്യാനമുണ്ട്. അത് യൂട്യൂബ് ചാനൽ, ഫാദറിൻ്റെ യൂട്യൂബ് ചാനലിൽ അത് നമുക്ക് ലൈവായിട്ട് കാണാനും സാധിക്കും. അപ്പോൾ അത് നമ്മൾ ധ്യാനം കൂടുക, അത് ഷെയർ ചെയ്യുക, ബാക്കിയുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനകത്തെ കാര്യങ്ങൾ.
ധ്യാനം കൂടിക്കൊണ്ട് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഉടമ്പടിയിൽ നമ്മൾ ഇരിക്കുന്ന നിയോഗങ്ങൾ പ്രാർത്ഥിച്ച് നമുക്ക് ധ്യാനം കൂടാം. അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ആഴ്ചയിലൊരിക്കൽ ഉപവാസം. ബുധൻ അല്ലെങ്കിൽ ശനി ദിവസങ്ങളിൽ ഉപവസിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. നാലാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് കൃപാസനത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പത്രം നമ്മൾ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. അത് പത്രം നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതിനോടൊപ്പം നമുക്കുണ്ടായ മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഉടമ്പടി എടുക്കാനുണ്ടായ അല്ലെങ്കിൽ നമുക്ക് ഉടമ്പടിയിലേക്ക് മാതാവ് നമ്മളെ കൊണ്ട് എത്തിച്ച നമ്മുടെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഷെയർ ചെയ്തുകൊണ്ട് പത്രം നമുക്ക് എല്ലാവരിലേക്കും എത്തിക്കാം. ചിലർക്ക് മേടിക്കാൻ താല്പര്യം ഉണ്ടാവില്ല, അങ്ങനെയുള്ളവർ പോട്ടെ. പക്ഷേ മാക്സിമം നമ്മൾ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. പിന്നെ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തിട്ടുള്ളവരാണെങ്കിൽ നമ്മുടെ കൃപാസനത്തിൻ്റെ വെബ്സൈറ്റുകളിലൊക്കെ മാതാവിൻ്റെ ഈ കൃപാസനം പത്രം ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഓൺലൈനായിട്ട് തന്നെ നമുക്ക് ഷെയർ ചെയ്യാം. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ നമുക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അതാണ് നാലാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അഞ്ചാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ പാപങ്ങൾ വെറുത്തുപേക്ഷിക്കുക. നമ്മൾ പാപങ്ങൾ വെറുത്തുപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ നമുക്കാണെങ്കിൽ ക്രിസ്ത്യൻസിനൊക്കെ ആണെങ്കിൽ പള്ളിയിൽ പോയിട്ട് മാസത്തിൽ 2 തവണയൊക്കെ ആയിട്ട് കുമ്പസാരങ്ങളൊക്കെ ഉണ്ട്. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുക. ക്രൈസ്തവരായവർക്കാണെങ്കിൽ അവർ നമ്മുടെ പാപങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഏതൊക്കെ മേഖലകളിലാണ് നമ്മൾ ഓരോരോ പാപങ്ങൾ ഇന്ന പാപങ്ങൾ ചെയ്തു മാതാവേ എന്നോട് പൊറുക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഓരോ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഈശോയുടെ മാതാവിൻ്റെ മുമ്പിൽ ഓരോ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ഈ ഉടമ്പടി കാലയളവിൽ നമുക്കുണ്ടാകുന്ന ചിലവർക്ക് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള ദേഷ്യങ്ങളുണ്ടാകും. ആ ദേഷ്യങ്ങളൊക്കെ കുറച്ച് നമ്മൾ സൗമ്യമായി എല്ലാ കാര്യങ്ങളിലും സൗമ്യതയോടെ പെരുമാറുകയും അതുപോലെ തന്നെ നമ്മുടെ ദേഷ്യങ്ങൾ കുറച്ച് കൊണ്ടുവന്ന് അത് ഒട്ടും ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലേക്ക് നമ്മൾ മാറണം. എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഒരു ചിരിച്ചുകൊണ്ടുള്ളൊരു മനോഭാവം നമുക്ക് മറ്റുള്ളവരിലൂടെ ഉണ്ടാകണം. അതാണ് അഞ്ചാമത്തെ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ആറാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കാരുണ്യ പ്രവൃത്തികൾ. കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ നമുക്ക് പറ്റാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ. ഇപ്പോൾ പൈസയായിട്ട് നമുക്ക് ബാക്കിയുള്ളവരെ സഹായിക്കാം. പൈസയായിട്ട് സഹായിക്കാൻ ഇല്ലാത്തവരാണെങ്കിൽ നമുക്കല്ലാണ്ട് നമ്മൾ വഴി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ സഹായിച്ചു കൊടുക്കുക എന്നുള്ളതാണ് കാരുണ്യ പ്രവർത്തനം. നമ്മളുടെ കൈകൊണ്ടുണ്ടാക്കിയ ഒരു പൊതി ചോറെങ്കിലും മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് നമ്മൾ നന്മ പ്രവൃത്തികൾ നമുക്ക് ചെയ്യുക. അതായത് ഈ ഉടമ്പടി കാലയളവിലൂടെ നമ്മൾ നമ്മുടെ ദേഷ്യഭാവങ്ങൾ മാറി നമ്മൾ മൊത്തത്തിൽ നമ്മളൊരു നന്മ പ്രവൃത്തിയിലേക്ക് മാറുക. ആ നന്മ പ്രവൃത്തി നമ്മളെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് നമ്മുടെ മാതാവാണ്. ആ മാതാവ് നമ്മളോട് പറഞ്ഞുകൊണ്ട് മാതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളും നമ്മൾ ഈ ഉടമ്പടിയിലിരിക്കുന്ന പ്രാർത്ഥനകളും ഏറ്റു ചൊല്ലിക്കൊണ്ട് നമ്മുടെ ഉടമ്പടി നമ്മൾ പൂർത്തീകരിക്കണം. ഒരിക്കലും പ്രാർത്ഥനയ്ക്ക് ഈശോയും മാതാവും മറുപടി തരാതിരിക്കില്ല. ചില കാര്യങ്ങളിൽ ഞാനിതിൻ്റെ തുടക്കം പറഞ്ഞ പോലെ ചില കാര്യങ്ങളിൽ നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കേണ്ടതായിട്ട് വരും. പ്രാർത്ഥനയിൽ ഒരിക്കലും ഈശോയും മാതാവും നമുക്ക് മറുപടി തരാതിരിക്കുകയില്ല. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ
പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മവിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും നമ്മുടെ നിയോഗങ്ങൾ പറഞ്ഞ് നമുക്കിവിടെ പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരാൻ കഴിയണമേ. ആമേൻ. വിശ്വാസപ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാസ്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി. ഈശോയെ നന്ദി. ഈശോയെ സ്തോത്രം. ഈശോയെ ആരാധന. അമ്മേ, മാതാവേ, ഞങ്ങളുടെ നിയോഗങ്ങളിൽ, ഞങ്ങളുടെ ഉടമ്പടി പ്രാർത്ഥനകളിൽ, ഞങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങളിൽ അമ്മ കരുണയായിരിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ അമ്മേ. ഉടമ്പടി എടുത്തിരിക്കുന്നവർക്കും ഉടമ്പടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും എല്ലാവർക്കും നന്മകളും അവരുടെ ആവശ്യങ്ങളും സാധിച്ചു കൊടുക്കണമേ അമ്മേ, മാതാവേ.